ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം മുമ്പാകെ നാം ഒഴുക്കുന്ന കണ്ണുനീരിനും കണ്ണുനീർ തുള്ളികൾക്കുമൊക്കെ പ്രത്യേകമായ ഒരു പരിഗണന ലഭിക്കുന്നുണ്ടെന്ന് ദൈവവചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞവരും കൂട്ടമായി കരഞ്ഞവരും അവരുടെ കണ്ണുനീരിന് ദൈവം പിന്നീട് നൽകി കൊടുത്ത മറുപടികളുമൊക്കെ വേദപുസ്തകത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. വ്യത്യസ്തമായ പ്രായങ്ങളിലുള്ളവർ കരഞ്ഞിട്ടുണ്ട്, കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ടുള്ള കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് കണ്ണുനീരിനെക്കുറിച്ച് ഒരു മെസ്സേജ് തയ്യാറാക്കണമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു വലിയ ദൈവിക ഇടപെടലുകൾ തരികയും അങ്ങനെ കുറച്ച് സമയങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനിച്ച് വായിച്ച് ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയും ചെയ്തു. അല്പസമയങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കണ്ണുനീര് ദൈവം മുമ്പാകെ ദൈവം സ്വീകരിക്കുന്നതെന്നും പരിഗണിക്കുന്നതെന്നും നമുക്ക് ചിന്തിക്കാം. ആരെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾക്കകത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുന്നുണ്ടെങ്കിൽ ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് പ്രചോദനമായി തീരും. ദൈവത്തിന് സ്തോത്രം. കണ്ണുനീരിനെ വിലമതിക്കുന്നവനായ ദൈവം, വേദപുസ്തകത്തിൽ നിങ്ങൾ നോക്കിക്കൊള്ളുക, ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ണുനീരൊഴുക്കിയ ദൈവഭക്തന്മാരെ കാണാനായിട്ട് പറ്റും. പ്രവാചകനായ യിരെമ്യാവിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം കണ്ണുനീരിൻ്റെ പ്രവാചകനായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം കരഞ്ഞത് അക്കാലത്തെ അധാർമികതയും നീതിബോധവും ഒന്നുമില്ലാതെ ജീവിച്ച ഒരു കൂട്ടം ജനത, അവരുടെ ആത്മീക അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. ആ പുസ്തകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കരച്ചിലിനെ കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിൽ പല വേളകളിലും കണ്ണുനീരോടെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അപ്പോസ്തല പ്രവൃത്തികളിൽ മിലത്തോസിൽ വെച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വിടവാങ്ങൽ പ്രസംഗ സമയത്ത് എഫെസോസിൽ നിന്നുള്ള മൂപ്പന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ 3 സംവത്സരമായി ഞാൻ നിങ്ങളോട് കണ്ണുനീരോടെ പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോകരുത്. ഞാനടക്കമുള്ള ദൈവദാസന്മാർ പോലും പല സമയങ്ങളിലും കണ്ണുനീരില്ലാത്ത പ്രസംഗങ്ങൾ മാറുമ്പോൾ കണ്ണുനീരോടെയാണ് ഈ പൗലോസ് ഒക്കെ പ്രസംഗിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ മാനിക്കപ്പെട്ട ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പലരെയും നമ്മൾ കാണുമ്പോൾ അവരൊഴുക്കിയ കണ്ണുനീര് ആരും കാണാറില്ലെന്നുള്ളതാണ് സത്യം. അതെൻ്റെ മനസ്സിലേക്ക് വന്നത് യോസഫിനെയാണ്. യോസഫ് മന്ത്രിസ്ഥാനത്ത് മിസ്രൈമിൽ എത്തിയത് എല്ലാവരും കാണാറുണ്ട്. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിച്ചത് കാണാറുണ്ട്. പക്ഷേ അദ്ദേഹം കടന്നുപോയ ആ ഒരു യാതനകൾ, ഒറ്റപ്പെടലുകൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ മാതാപിതാക്കളിൽ നിന്നും വീട്ടുകാരിൽ നിന്നുമെല്ലാം മാറ്റി നിർത്തപ്പെട്ട് പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ താൻ നടത്തിയ യാത്രകൾ, അന്നേരം ഉറപ്പായിട്ടും അദ്ദേഹം കരഞ്ഞിട്ടുണ്ടാകും. ആ കണ്ണുനീരൊന്നും ആരും കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ മാനിച്ച മാന്യതയാണ് എല്ലാവരും എടുത്തു പറയുന്നത്. ഞാൻ ഈ ഒരു കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തിലെത്തിയപ്പോൾ ധാരാളം പ്രിയപ്പെട്ടവരെ കണ്ടു. പലരും നല്ല രീതിയിൽ നന്നായി ഈ രാജ്യത്തിൻ്റെ സന്തോഷം അനുഭവിച്ച് ആത്മീകമായിട്ടൊക്കെ ഉന്നമനത്തിൽ ജീവിക്കുന്ന ആളുകളെ ഞാനിവിടെ കണ്ടു. അവരോടെല്ലാം ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്: അവരുടെയൊക്കെ മാതാപിതാക്കന്മാർ പലരും വിശ്വാസത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചതിൻ്റെ പേരിൽ അർഹമായ അവകാശങ്ങൾ ലഭിക്കാതെ, പരിഗണനകൾ ലഭിക്കാതെ, സമൂഹങ്ങളിൽ നിന്ന് പോലും ഒറ്റപ്പെട്ട് ഷെയറുകൾ പോലും ലഭിക്കാതെ ഒരുപാട് ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം മുമ്പാകെ നിന്നപ്പോൾ അവരുടെയൊക്കെ തലമുറകളെ ദൈവം പിന്നത്തേതിൽ ഓർത്തു. അവർക്കൊക്കെ സമ്പാദികമായിട്ടുണ്ടായിരുന്നത് ദൈവസന്നിധിയിൽ കരയുന്ന ഒരു ശീലം മാത്രമായിരുന്നു. എന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ 25-30 വർഷം പഴക്കമുള്ള അദ്ദേഹത്തിൻ്റെ പായ എന്നെ കാണിച്ചു. ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ആ പായ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ദേ നോക്കിക്കേ ദൈവദാസനെ, 30 വർഷം പഴക്കമുള്ള പായാണ്. ഈ പായാണ് എൻ്റെ സമ്പാദ്യം. നോക്കിക്കേ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന കണ്ണുനീര് നമ്മുടെ സമ്പത്താണ്. കണ്ണുനീരുമായിട്ട് ബന്ധപ്പെട്ട് വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 16-17 ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തി നിലവിളിച്ച ഇടത്തുനിന്ന് ദൈവം ആ വ്യക്തിയുടെ നിലവിളി കേട്ടു. അങ്ങനെയാണ്
ബാലൻ ഇരുന്നയിടത്തുനിന്ന് നിലവിളി ദൈവം കേട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. കരഞ്ഞ സ്ഥലത്ത് നിന്ന് കണ്ണുനീര് ദൈവം കേട്ടു, ആ ശബ്ദം ദൈവം കേട്ടു. ബാലൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും 2-3 വയസ്സ് പ്രായമുള്ള ഒരാളാണ്. ഒരിക്കലുമല്ല. മിനിമം ഒരു 15 വയസ്സുണ്ട്. അത് മറ്റാരുമല്ല, അബ്രഹാമിൻ്റെ സന്തതി തന്നെയായ ഇസ്മായേലായിരുന്നു. ഇസ്മായേലിന് എന്തുകൊണ്ടാണ് മിനിമം 16 വയസ്സെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറയാനുള്ള കാരണം, ഇസ്മായേൽ ഉണ്ടാകുന്നത് 86 വയസ്സുള്ള സമയത്താണ്. അബ്രഹാമിന് 85-86. വീട്ടിൽ നിന്ന് ഇസ്മായേലും ഇസ്മായേലിന്റെ അമ്മയായ ഹാഗാരും പുറത്താക്കപ്പെടുന്നത് അടുത്ത മോനായ ഇസഹാക്ക് ഉണ്ടായി. ആ ഇസഹാക്കിന്റെ മുലകുടിയുടെ പ്രായം കഴിഞ്ഞപ്പോഴാണ്. ഇസഹാക്ക് ഉണ്ടാകുന്നത് 100 വയസ്സുള്ളപ്പോഴാണ്. ഉറപ്പായിട്ട് മുലകുടി മാറിയ സമയം എന്ന് പറയുമ്പോൾ 2-3 വയസ്സ്. അപ്പോൾ മിനിമം 15-16 വയസ്സുള്ള ഒരു ബാലൻ, അവിടെ ബാലൻ എന്ന് പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾ കരുതിക്കൂ. മരുഭൂമിയിൽ വഴിയില്ലാതെ വീട്ടിൽ നിന്ന് ഇറക്കപ്പെട്ട് പരിമിതമായ ഭക്ഷ്യവസ്തുക്കളോടുകൂടി ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ മരുഭൂമിയിലെ ഭീകരമായ അവസ്ഥ എത്ര വലുതാണെന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തവർക്കറിയാം. മുൻപിലൊരു വഴിയുമില്ല, എന്ത് ചുവട് വെക്കണമെന്ന് അറിയത്തില്ല. കുഞ്ഞിന്റെ മരണം കാണാൻ പറ്റാതെ അമ്മ ആ കുഞ്ഞിനെ ദൂരെ ഒരു സ്ഥലത്ത് മാറ്റിവെച്ച് മറ്റൊരു നിവർത്തിയുമില്ലാതെ അവിടെ കിടന്ന് കരയുകയാണ്, നിലവിളിക്കുകയാണ്. കുഞ്ഞ് അല്പം വെള്ളത്തിന് വേണ്ടി കരയുകയാണ്, നിലവിളിക്കുകയാണ്. പക്ഷെ ഈ നിലവിളിയും കരച്ചിലും ദൈവം ഇരുന്നിടത്തു നിന്ന് കേട്ടു എന്ന് മാത്രമല്ല, ആ കരച്ചിലിൻ്റെ ഒടുവിലായി ആ കുഞ്ഞിന് കുടിക്കുവാനായിട്ടുള്ള ഒരു ഉറവ കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ കൊണ്ട് തീർന്നില്ല. മരണത്തെ മുഖാമുഖം കണ്ട ആ മരുഭൂമിയിൽ, അതേ സാഹചര്യത്തിൽ അവൻ ഒരു വില്ലാളിയായി തീർന്നു. ആ ചെറുപ്പക്കാരൻ പാറാൻ മരുഭൂമിയിൽ ഒരു വില്ലാളിയായി തീർന്നു എന്നൊക്കെ നമ്മൾ പിന്നീടുള്ള ഭാഗങ്ങളിൽ വായിക്കുകയാണ്. അപ്പൊ പറഞ്ഞത്, കണ്ണുനീരും കരച്ചിലും വേദനകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ തന്നെ മാറ്റുന്നതാണ്. ആത്മാർത്ഥമായി ഹൃദയനുറുക്കത്തോടെ ദൈവസന്നിധിയിൽ നമ്മൾ കരഞ്ഞാൽ ആ കരച്ചിലിന് ഉറപ്പായിട്ടും മറുപടിയുണ്ട്. എൻ്റെ അമ്മ ഒത്തിരി കരയുന്ന ഒരാളായിരുന്നു. ഒരുപാട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കിക്കേ, ഇന്ന് ആ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരാളാക്കി ദൈവം എന്നെ തീർത്തു. എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞ വിഷയങ്ങൾക്കൊക്കെ നാളുകളിൽ ദൈവം മറുപടി തന്നു. കൂടുതലും നമ്മൾ കരഞ്ഞു കാണുന്നത് സ്ത്രീകളാണ്. പുരുഷന്മാർ കരഞ്ഞാൽ അവരെ നട്ടലില്ലാത്തവരെന്നും ആണത്തമില്ലാത്തവരെന്നും ഒക്കെ പലരും വിശേഷിപ്പിക്കാറുണ്ട്. നീ എന്തിനാടാ കരയുന്നത്, നീ ആണല്ലേ, നീ കരയാൻ പാടില്ലെന്നൊക്കെ പറയില്ലേ. പക്ഷെ ദൈവസന്നിധിയിലെ കരച്ചില് നട്ടലില്ലായ്മയുടെയും ആണത്തമില്ലാത്തതിൻ്റെയും അടയാളങ്ങളല്ല, ദൈവം മുമ്പാകെയുള്ള സമ്പൂർണമായ വിധേയത്വത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും പ്രത്യക്ഷമായ പ്രതിഫലനമാണ്. ഹൃദയം നുറുങ്ങുമ്പോൾ, ദൈവാശ്രയത്തിലേക്ക് അധികമായി എത്തുമ്പോൾ, ഹൃദയം തകരുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ധാരയായി വീഴുമെന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. മറ്റൊരു ഭാഗത്ത് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒരു ദൈവഭക്തൻ ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്: നീ എൻ്റെ ഉഴൽച്ചകളെ അറിയുന്നു, എൻ്റെ കണ്ണുനീർ അങ്ങയുടെ തുരുത്തിയിലാക്കണമേ, അത് അവിടുത്തെ പുസ്തകത്തിലില്ലയോ. കണ്ണുനീരിൻ്റെ കണക്കുകൾ പുസ്തകത്തിലുണ്ട്. ഉഴൽച്ചകൾ എന്ന് പറയുന്ന ആ ഒരു പദത്തിന് ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് വാണ്ടറിങ് എന്നാണ്. ശരിയായ മലയാള പരിഭാഷ എന്ന് പറയുന്നത് എൻ്റെ അലച്ചിലുകൾ എന്നാണ്. വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കുന്ന അവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല, അടുത്ത ദിവസം എന്ത് ചുവട് വെക്കണമെന്നറിയത്തില്ല, ഒന്നിനെക്കുറിച്ചും അറിയാതെ ഇരിക്കുമ്പോൾ ആ അലച്ചിലുകളെ, ആ ഉഴൽച്ചകളെ നീക്കി ശരിയായ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതാണ് കണ്ണുനീരെന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ട് ഒരു വലിയ ഉണർവ് തീർത്ത ഒരു ദൈവമനുഷ്യൻ വേദപുസ്തകത്തിൻ്റെ അകത്തുണ്ട്. അത് മറ്റാരുമല്ല, എസ്രാ ശാസ്ത്രിയാണ്. എസ്രായുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ വീണ് കിടന്ന് കരയുന്ന ആ ദൈവമനുഷ്യനെ കാണാൻ പറ്റും. എസ്രായുടെ കരച്ചിലും ഉണർവും മുൻപ് ഒരു മെസ്സേജ് തയ്യാറാക്കിയിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്കുള്ള കരച്ചിൽ ഒരു വലിയ ജനത്തെ കരയിപ്പിക്കുകയും പിന്നീട് ആ ഒരു ജനതയുടെ ഇടയിൽ വലിയ ഒരു റിവൈവൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്കിരുന്ന് ആരും കാണാതെ കരഞ്ഞ വ്യക്തിയാണ് ഹന്ന. തൻ്റെ ജീവിതത്തിൻ്റെ നിന്ദയുടെയും വേദനകളുടെയും ഇല്ലായ്മയുടെയും മുമ്പിൽ കരഞ്ഞ് ചില സമർപ്പണത്തിലേക്കും തീരുമാനത്തിലേക്കും വന്നപ്പോൾ ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി
കൃത്യമായി ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ഇസ്രായേൽ ജനത്തിൻ്റെ കൂലി കിട്ടാത്ത അവസരങ്ങളിൽ അടിമത്തത്തിൻ്റെ ആ ഒരു നുഖത്തിൻ്റെ അകത്ത് അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ, ദൈവത്തോട് കണ്ണുനീരൊഴുക്കിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് മറുപടി പുറപ്പെടുകയും മോശ എന്ന് പറയുന്ന ഒരു വീണ്ടെടുപ്പുകാരനെ ദൈവം അയക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളിയുടെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ് അവരുടെ കഷ്ടതകളെ നന്നായി അറിഞ്ഞ ദൈവം താൻ തന്നെ ഇറങ്ങി അവർക്ക് വേണ്ടി വരികയാണ്. ഒരു കാര്യം ഞാൻ വചനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പറയട്ടെ, നിങ്ങൾ കരയുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ കണ്ണുനീരൊഴുക്കുന്ന ഒരാളാണെങ്കിൽ ആ പ്രാർത്ഥനാ മുറിക്കകത്ത് ഉറപ്പായും ദൈവം ഇറങ്ങി വന്നിരിക്കും. നാളുകളിൽ നിങ്ങളുടെ കണ്ണുനീരിനും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുമുള്ള മറുപടി നിശ്ചയമായും ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കും. ഇത് നിസ്തർക്കമായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ അത് തർക്കമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. കരയുന്നവരോടുകൂടെ കരയുന്ന കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും. ലാസറിന്റെ ആ ഒരു വേർപാടിൽ ലാസറിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ സഹോദരിമാർ രണ്ടുപേർ, മാർത്തയും മറിയും, ഈ ലാസറിന്റെ വിയോഗത്തിൽ ദുഃഖത്തോടുകൂടെ ആയിരിക്കുന്ന യഹൂദന്മാർ അവരെ കണ്ടപ്പോൾ യേശു കണ്ണുനീർ വാർത്തു എന്നാണ് വചനത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയൊരു വാക്യമാണത്. ജീസസ് വെപ്റ്റ്, യേശു കണ്ണുനീർ വാർത്തു. മലയാള ഭാഷയിൽ പറഞ്ഞാൽ കർത്താവും കർമ്മവും ക്രിയയും എല്ലാമുള്ള ഒരു പൂർണ്ണവാക്യം എന്താണെന്നറിയാമോ? കണ്ണുനീരിനെ കുറിച്ചുള്ള ഒരു വാക്യമാണ്. സ്മോളസ്റ്റ് വേഴ്സ് ഇൻ ദ ബൈബിൾ ആയിരിക്കാം യേശു കണ്ണുനീർ വാർത്തു എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം. നോക്കിക്കേ, കരയുന്നവരോടുകൂടെ കരയുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നാളുകളായി ചില വിഷയങ്ങൾക്ക് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്, ഇതൊരു സേവിങ്സ് ആണ്. എന്താ? സ്വർഗീയമായ ബാങ്കിലേക്ക് നമ്മുടെ കണ്ണുനീര് അങ്ങോട്ട് പോവുകയാണ്. അതിൻ്റെ മറുപടി ഉറപ്പായിട്ടും വരും. ജീവിതത്തിൻ്റെ അകത്ത് ലക്ഷ്യമില്ലാതെ മുൻപോട്ട് പോകുവാൻ കഴിയാത്തവരായി ആരെങ്കിലുമൊക്കെ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ പറയാം, ക്രിസ്തുവിൻ്റെ കാൽച്ചുവടുകളിലേക്ക് നിങ്ങൾ വന്ന് ഒരു തുള്ളി കണ്ണുനീർ അവിടെ നിങ്ങൾക്ക് ഒഴുക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരിക്കലും പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് മറുപടി നൽകുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞങ്ങളുടെയൊക്കെ ജീവിതം അങ്ങനെ മാറ്റി മറിച്ചതാണ്. തകർന്നുപോയ സാഹചര്യങ്ങളിൽ നിന്ന് ആത്മഹത്യ മാത്രമാണ് ജീവിതത്തിൻ്റെ അകത്ത് പരിഹാരമെന്ന് ചിന്തിച്ചിരുന്ന സ്ഥാനങ്ങളിൽ എന്തായിത്തീരുമെന്ന് പറഞ്ഞ് എൻ്റെ കൊച്ചിലെയൊക്കെ ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. നല്ല മാതാപിതാക്കളിൽ സ്നേഹത്തോടെ ജീവിക്കുന്ന എൻ്റെ കൂട്ടുകാരെ കണ്ടപ്പോൾ ആരും രക്ഷിക്കാനില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ധാരാളം ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കരച്ചിലെല്ലാം ഒപ്പിയെടുത്ത ആ നല്ല കർത്താവിൻ്റെ സ്നേഹവും കരുതലും ഓരോ നിമിഷവും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ധൈര്യത്തോടെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. കണ്ണുനീർ ഒപ്പുന്ന ഒരു ആമേൻ നല്ല കർത്താവുണ്ട്, ഇല്ലേ? പാട്ടുകാരൻ പറയുകയാ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് മാനിക്കപ്പെട്ട് ഉയർത്തപ്പെട്ട് നടത്തപ്പെടുന്ന പലരെയും കാണുമ്പോൾ ആളുകൾ അസൂയയോടെ പറയാറുണ്ട്, നോക്കിക്കേ അവൻ അങ്ങനെയായി, ഇവൻ ഇങ്ങനെയായി. പക്ഷെ ഞാൻ ചിന്തിച്ചു, അവരുടെ പിന്നിലെ കണ്ണുനീര് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അവരുടെ പിറകിൽ ഒഴുക്കിയ സങ്കടത്തിൻ്റെ കണ്ണുനീര് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന വ്യത്യസ്തരായ ആളുകളോട് ഞാൻ സ്നേഹത്തോടെ പറയാം, ആമേൻ. കണ്ണുനീരിന് ഇത്രയധികം വില കൽപ്പിക്കുന്ന മറ്റൊരു പുസ്തകം ഉലകത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. വേദപുസ്തകം മുഴുവനും ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ധാരാളം ഇടങ്ങളിൽ ഒറ്റയ്ക്കും കൂട്ടമായും കരഞ്ഞവരുണ്ട്. യഹൂദന്മാരൊക്കെ അവർക്ക് നേരെ ഉയർന്നു വന്ന വെല്ലുവിളികളിൽ ഒന്നിച്ച് കരഞ്ഞ് വിലപിച്ച് നിലവിളിച്ചിട്ടുണ്ട്. അവരുടെ കരച്ചിലിൻ്റെ ശബ്ദം പോലും എന്താ പറയുന്നത്, ഉയരങ്ങളിലേക്ക് ഉയർന്നിട്ടുണ്ട്. ആ കരച്ചിലിൻ്റെ അനന്തരമായി അവർക്കെതിരെ എഴുതി വെച്ചിരുന്ന പല രേഖകളും നിയമങ്ങളും പോലും സർവശക്തനായ ദൈവം മാറ്റി അവർക്ക് അനുകൂലമാക്കി തീർത്തെങ്കിൽ കണ്ണുനീരിന് മറുപടിയുണ്ട്, വേദനകൾക്ക് മറുപടിയുണ്ട്. ഒറ്റക്കാര്യം, ആ കരച്ചിൽ ദൈവം മുമ്പിലായിരിക്കണം, മനുഷ്യന്റെ മുമ്പിലല്ല, ദൈവം മുമ്പിലായിരിക്കണം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനോവ്യസനവും വേദനകളും കണ്ണുനീരുകളുമെല്ലാം
ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ അർപ്പിക്കുമ്പോൾ അതിന് ഉയരത്തിൽ നിന്നുള്ള മറുപടി വേഗത്തിൽ പുറപ്പെടുമെന്ന് ഞങ്ങൾ അറിയുന്നു. ആരെങ്കിലും സങ്കടക്കയത്തിൻ്റെ അകത്ത്, കണ്ണുനീരിൻ്റെ അകത്ത് കഴിയുന്നെങ്കിൽ ആശ്വാസകനായ കർത്താവ് കൂടെയുണ്ടല്ലോ. അങ്ങയുടെ ജനത്തെ ഒന്നിച്ച് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. മാറാനാഥ.